ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമാലേഖന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 31ാമത്തെ അവതരണത്തിലാണ് റോമാലേഖന പഠനം. പുതിയ നിയമത്തിൽ വളരെ ഗഹനവും ഈടുറ്റതും ഗാംഭീര്യം നിറഞ്ഞതായ ദൈവത്തിൻ്റെ വിശുദ്ധ വെളിപാട്. ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് വീണ്ടും ജനിച്ച ഓരോ ദൈവമക്കളും വളരെ വ്യക്തമായി ഗ്രഹിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് റോമാലേഖനം. ഈ ലേഖനത്തിൻ്റെ 2ാം അധ്യായത്തിലാണ്. വളരെ ദീർഘമേറിയ പഠനമാണ്. വളരെ വിശദമായിട്ട് നാം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. 1ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വേദഭാഗത്തിൽ പുറജാതികളുടെ ലോകത്തെക്കുറിച്ച് സംസാരിച്ചു. പുറജാതികൾ ദൈവം തൻ്റെ ജനമായി തിരഞ്ഞെടുത്ത യഹൂദന്മാരെ കൂടാതെ ഭൂമുഖത്തുള്ള സകലരെയും വിശേഷിപ്പിക്കുന്ന പേരാണ് പുറജാതികൾ, പുറത്തുള്ളവർ. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പരദേശികളുമായി പുറത്തുള്ളവർ. ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ വരും. കാരണം ദൈവത്തെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പുസ്തകത്തിലൂടെയല്ല, പ്രകൃതിയിലൂടെ അവർ അതിനെതിരെ മുഖം തിരിച്ചു. ദൈവത്തെ അവരറിയേണ്ടതെല്ലാം ദൈവം വെളിപ്പെടുത്തി. പക്ഷെ അവരത് കൈക്കൊണ്ടില്ല. അവർക്ക് മനസ്സായില്ല. ആ പരിജ്ഞാനം സ്വീകരിക്കാൻ താല്പര്യം കാണിച്ചില്ല. അവിടെ തീർന്നില്ല, അതിൻ്റെ ഭവിഷ്യത്തുണ്ടായി. ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, ദൈവം തന്നെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, നമുക്കതിനോട് താല്പര്യമില്ലാതെ മുഖം തിരിച്ച് നടന്നാൽ നാം നമ്മുടെ സ്വന്തം നാശം തീരുമാനിക്കുകയാണ്. ദൈവം നമുക്ക് വരാൻ പോകുന്ന അപകടവും നാശവും ദുർഗതികളും മുൻ കണ്ടുകൊണ്ടാണ് നമ്മുടെ നേരെ കൈ നീട്ടുന്നത്. ആ കൈ പിടിച്ച് നാം നാശത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറല്ലെങ്കിൽ ദൈവം നമ്മുടെ ആ പിടി വിടും. നാം നാശത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. പലതവണ ദൈവം അത് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. ഇതെല്ലാം നാം തട്ടിക്കളഞ്ഞ അവസരങ്ങൾ തട്ടിക്കളയുമ്പോൾ ദൈവം റോമാലേഖനത്തിൽ 1ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ ദൈവം അവരെ ഏൽപ്പിച്ചു, അവരെ കൈവിട്ടു. ഇത് കേട്ടുകൊണ്ടിരുന്ന യഹൂദജനം, കാരണം റോമൻ സഭയ്ക്ക് ഇത് എഴുതുമ്പോൾ യഹൂദന്മാരുടെ മനോഭാവം പൗലോസിന് കാണാം. ദൈവത്തിൻ്റെ ആത്മാവിനറിയാം ലോകാവസാനം വരെ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ ഈ ഗ്രന്ഥം പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും മനോഭാവങ്ങൾ അറിയും ദൈവത്തിൻ്റെ ഈ ശിക്ഷണം, ഈ ക്രോധം, ദൈവത്തിൻ്റെ വെളിപാട് നിഷേധിച്ചവർക്ക് മേൽ വരുന്നു കേൾക്കുമ്പോൾ മറ്റു ചിലർക്ക് ആത്മപ്രശംസയുണ്ടാകും. മറ്റുള്ളവരെ വിധിക്കാൻ നോക്കും. നമ്മൾ അങ്ങനെയൊന്നും തരം താഴ്ന്നിട്ടില്ല. നമുക്കങ്ങനെയുള്ള അധംപതനമൊന്നും സംഭവിച്ചിട്ടില്ല. യഹൂദന്മാരുടെ മനോഭാവം അതായിരുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ അവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഒഴികഴിവില്ല, നിങ്ങൾക്ക് ന്യായീകരണത്തിന് അവകാശമില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഇന്ന് ദൈവമക്കളാണെന്ന്, സ്നാനമേറ്റ് രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്നവരെ ബാധിക്കുന്നതാണത്. സ്നാനമേറ്റു, രക്ഷ പ്രാപിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ ദൈവക്രോധത്തിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കുമോ? ദൈവത്തിന് നമ്മുടെ മേൽ വരുന്ന ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ വിടുതലുള്ളവരായി തീരുമോ? നാം പരിശോധിക്കണം ഇത് പഠിക്കുമ്പോൾ. അതുകൊണ്ടാണ് 2ാം അധ്യായത്തിൽ പൗലോസ് വ്യക്തമായി യഹൂദജനത്തിലേക്ക് തിരിഞ്ഞു. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, ആകയാൽ വിധിക്കുന്ന ഏത് മനുഷ്യരുമായുള്ളവയെ നിനക്ക് പ്രതിവാദം പറവാനില്ല, നിനക്ക് ന്യായീകരണത്തിന് അവസരമില്ല, അവകാശമില്ല, യോഗ്യതയില്ല. മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത് തന്നെ നിനക്ക് വ്യക്തമായി തെളിയുകയാണ്. നീ നിന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. സ്വയം മനസ്സിലാക്കിയ ഒരാളും മറ്റുള്ളവരെ കുറ്റം പറയില്ല, മറ്റുള്ളവർക്കെതിരെ വിധി നടത്തില്ല. സ്വയം നീതിമാനാണ്, യോഗ്യനാണെന്ന് ചിന്തിക്കില്ല. തൻ്റെ സ്വന്തം കുറവുകളും തെറ്റുകളും തിരിച്ചറിയുന്നവർ അത് പരിഹരിക്കാൻ വേണ്ടി ദൈവത്തോട് നിലവിളിക്കും. ഇപ്പോൾ 2 വിഭാഗമായിട്ടാണ് യഹൂദജനത്തെ പൗലോസ് അവതരിപ്പിച്ചത്. ഒന്ന്, ധാർമ്മികമായി യോഗ്യരാണെന്ന് വിചാരിച്ച മനുഷ്യർ. ധാർമ്മികം, സദാചാരപരമായി നമ്മൾ എല്ലാവിധത്തിലും നല്ല ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. പൗലോസ്, നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും യഹൂദന്മാരായ നിങ്ങൾ രക്ഷ പ്രാപിക്കില്ല. ധാർമ്മികമായി, സദാചാരപരമായി നല്ല ജീവിതം ജീവിക്കുന്നു എന്ന ധാരണയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ പറ്റില്ല. അത് ദൈവത്തിൽ നീതിയല്ല, ദൈവം സ്വീകരിക്കില്ല മനോഭാവം. ഒരു മനുഷ്യരും ആ വിധത്തിലുള്ള അവസ്ഥ കൊണ്ട് സ്വീകരിക്കപ്പെടില്ല. അതാണ് ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഈ അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരും.
ഇപ്പോൾ നമ്മൾ 17-ാം വാക്യം മുതൽ മറ്റൊരു വിഭാഗം യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു മനോഭാവത്തെ കാണുകയാണ്. അതെന്താണ്? ഒരു കൂട്ടർ ധാർമ്മികമായി ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നത് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മൾ യോഗ്യരാണ്, ദൈവത്തിൻ്റെ ശിക്ഷ നമുക്ക് വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരെല്ലാം നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് വേറൊരുവർ ആഴമേറിയ മതപരമായ ആത്മീക ജീവിതം ജീവിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവമുമ്പിൽ നീതിമാന്മാരാണെന്ന് സ്വയം തീരുമാനിക്കുന്നു. ഡീപ്ലി റിലീജിയസ്, ആഴമേറിയ ഭക്തി. അവർ ചിന്തിക്കുകയാണ്, ആഴമേറിയ ഭക്തി, ആത്മീകമായിട്ടും മതപരമായും നമ്മൾ ആഴമേറിയ ഭക്തിയുള്ളവരാണ്. ഒരു കൂട്ടർ സദാചാരപരമായി ധാർമ്മികമായി നല്ല ജീവിത നിലവാരം ഉണ്ടെന്ന് പറയുന്നു. വേറൊരു കൂട്ടർ ആത്മീകമായ മതപരമായ ഭക്തിയുടെ ആഴത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറയും. ഈ രണ്ട് കൂട്ടർ യഹൂദന്മാർ തന്നെയാണ്. യഹൂദൻ എന്ന പേര് 17-ാം വാക്യത്തിൽ വരുന്നുള്ളെങ്കിലും 1-ാം വാക്യം മുതൽ അവതരിപ്പിക്കുന്ന യഹൂദന്മാരെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് അവസാന പൗലോസ് 3-ാം അധ്യായത്തിൽ പറയും, ഇരു കൂട്ടരും, രണ്ട് കൂട്ടരേ ഉള്ളൂ, പുറജാതികളും യഹൂദന്മാരും. മൂന്നാമതൊരു കൂട്ടരില്ല. യഹൂദന്മാരെല്ലാവരും ജാതികളാണ്. ഇരുകൂട്ടരും പാപത്തിൻ്റെ കീഴിലാണ് എന്ന് മുമ്പേ തെളിയിച്ചുവല്ലോ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇത് യഹൂദന്മാരെ ബാധിക്കുന്ന അവരിൽ കണ്ടുവരുന്ന പ്രകടമായ സ്വഭാവങ്ങൾ, വൈകല്യങ്ങളാണ് 2-ാം അധ്യായത്തിലുള്ളത്. അപ്പോൾ ഈ കൂട്ടരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ നമ്മളെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ആഴമേറിയ മതഭക്തിയും ആത്മീയതയും കൊണ്ടു നടക്കുകയും അത് എന്നെ രക്ഷിക്കുമെന്ന് ധരിക്കുകയും ചെയ്യുന്നവർ. യഹൂദന്മാരുടെ പ്രയോജനങ്ങൾ, അസാധാരണമായ പ്രയോജനങ്ങൾ ജീവിതത്തിൽ ലഭിച്ചവരാണ്. അതുപോലെ അവതരിപ്പിക്കുകയാണ്. ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു സംശയമില്ല നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, പ്രയോജനങ്ങൾ, വിശേഷതകൾ, സൗഭാഗ്യങ്ങൾ എത്ര ഉന്നതമായിരുന്നു. 17-ാം വാക്യം നമുക്കിങ്ങനെ തുടങ്ങാം. നമ്മൾ വീണ്ടും 2-ാമത്തിലേക്ക് മടങ്ങി വരും. 3-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യത്തിന് ശേഷം 16 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ന്യായവിധിയുടെ വിവിധ വശങ്ങൾ നമ്മൾ പഠിക്കും. എങ്കിലും ഇപ്പോൾ യഹൂദന്മാരുടെ 2 വിഭാഗത്തെ അവതരിപ്പിച്ചത് കൊണ്ട് 17 മുതൽ നമുക്ക് വരുന്നത് മാത്രമേ ഉള്ളൂ. 17-ാം വാക്യം, നീയോ യഹൂദനെന്ന് പേർ കൊണ്ടു ന്യായപ്രമാണത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രശംസിച്ച്. ഇത് അവൻ്റെ മതപരമായ ഭക്തിയുടെ ജീവിതങ്ങളാണ്. അവൻ്റെ ആത്മീയവും മതപരമായിട്ടുള്ള പ്രകടനങ്ങളാണ്. ഈ പ്രകടനങ്ങളുടെ വെളിച്ചത്തിലാണ് അവൻ ധൈര്യമായി ഉറച്ചു നിൽക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലും, ദൈവം എന്നെ സ്വീകരിക്കും. ഇതാണ് അവൻ്റെ ധാരണ. അതിനെ അടിസ്ഥാനമാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? അവൻ്റെ പേര്, അവൻ്റെ വെച്ച സ്ഥാനം. യഹൂദൻ എന്ന പേര് കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവൻ്റെ ഇഷ്ടമറിഞ്ഞും, വെറുതെ ന്യായപ്രമാണം കേൾക്കുകയല്ല, ന്യായപ്രമാണം ഒന്ന് പഠിച്ചവരാണ്. അവൻ്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങളെ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെ സത്യത്തിൻ്റെ സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടന്മാർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നുവെങ്കിൽ, നല്ല നിശ്ചയമാണ് ഇവർക്ക്. ഉറച്ചിരിക്കുന്നുവെങ്കിൽ ഉടൻ ശക്തമായൊരു ചോദ്യം, ചില ചോദ്യങ്ങൾ പൗലോസ് ഉന്നയിക്കുന്നു. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രശംസിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്നത് നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്തെ ദൈവത്തെ അപമാനിക്കുന്നുവോ? 24-ാം വാക്യം. ഇതോടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ശക്തമായ ആരോപണം. പുറജാതികളോട് പറഞ്ഞത് കേട്ട് നമ്മൾ പേടിച്ചു, യഹൂദന്മാരെ ഭയപ്പെട്ടു. എന്നിട്ട് അവർ സ്വയം അഭിമാനിച്ചു, നമ്മളിങ്ങനെ അതം പതിച്ചിട്ടില്ല, നമ്മളിങ്ങനെ തരം താണിട്ടില്ല. പക്ഷെ അവരെക്കാളും വലിയ അനുഗ്രഹങ്ങളും പദവികളും പ്രയോജനങ്ങളും വിശേഷങ്ങളും ലഭിച്ച യഹൂദൻ്റെ അവസ്ഥ എന്താണ്? അവൻ കുരുടനാണ്. അവൻ സദാചാരമായി ധാർമ്മികമായിട്ട് അവൻ വെള്ള വസ്ത്രത്തിലൊക്കെ പൊതിഞ്ഞ് നല്ല ജീവിതമാണ്, കണ്ണൊക്കെ അടച്ചു പിടിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് സദാചാരമായി ഞാൻ യോഗ്യനാണെന്ന് ധരിച്ചു വെച്ചു. അത് ആദ്യത്തെ ഭാഗത്തിൽ കണ്ടു. രണ്ടാമത് അവൻ്റെ ഭക്തി പ്രകടനങ്ങൾ, അതാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. എന്തൊക്കെയായിരുന്നു അവനുള്ള അനുഗ്രഹങ്ങൾ? ഒന്നാമത് അവന് പ്രത്യേകമായൊരു സ്ഥാനം, ഒരു വിശേഷ പദവി. എന്താണ്? യഹൂദൻ എന്ന പേർ. യഹൂദൻ എന്ന പേർ. നീയോ യഹൂദൻ എന്ന പേര് കൊണ്ട്, നിനക്കൊരു പേരുണ്ട്, അതിൽ നീ അഭിമാനിക്കുകയാണ്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കർത്താവിൻ്റെ സഭയിലെ അംഗമാണ് ഞാൻ. ലോകത്തിലെ ഏക വിഭാഗമായ ദൈവത്തിൻ്റെ ജനമായ കർത്താവിൻ്റെ സഭയിലെ അംഗമാണ് ഞാൻ. ആ പേര് കൊണ്ട് എന്ത് ഗുണം? ആ സ്ഥാനം കൊണ്ട് എന്ത് ഗുണം?
ആ സ്ഥാനത്തിന് യോഗ്യമായി ജീവിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഈ പേര് നമ്മെ രക്ഷിക്കുമോ? അവർക്കൊരു പേരുണ്ട്, യഹൂദൻ എന്ന പേര്. മതപരമായ വലിയ പാരമ്പര്യമുണ്ട്. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതുപോലെ യഹൂദൻ എന്ന പേര്. യോഹന്നാൻ ചോദിച്ചു, നിങ്ങൾ അബ്രഹാം ഞങ്ങൾക്ക് പിതാവുണ്ടെന്ന് പറയരുത്. ദൈവത്തിൻ്റെ മക്കളെ ഈ കല്ലിൽ നിന്നുണ്ടാക്കാൻ പറ്റും. പാരമ്പര്യവുമായി ദൈവസന്നിധിയിൽ വരരുത്. ഇംഗ്ലീഷിൽ യഹൂദൻ എന്ന പേര് നീ ധരിച്ചിരിക്കുകയാണ്. അതിലവർ അഹങ്കരിക്കുകയാണ്, അഭിമാനിക്കുകയാണ്. ഈ പേര് ആദ്യമായി ബൈബിളിൽ പരാമർശിക്കപ്പെട്ടത് യഹൂദൻ എന്ന പേര് രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 16:6 2 രാജാക്കന്മാർ 16:6 അന്ന് അരാം രാജാവായ രസിൻ ഏലത്ത് എന്ന സ്ഥലം വീണ്ടെടുത്ത് അരാമിനോട് ചേർത്തു. യഹൂദന്മാരെ ഏലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവിടെയാണ് ആദ്യമായി യഹൂദൻ എന്ന പേര് പരാമർശിക്കപ്പെടുന്നത്. ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഈ പേര് സർവ്വസാധാരണമായി മാറി. എസ്ര 5:1, നെഹമ്യാ 13:23 ഈ പേര് സർവ്വസാധാരണമായി ഇസ്രയേൽ ജനത്തെ പരാമർശിക്കാൻ യഹൂദൻ എന്ന പേരുണ്ടായി. ആദ്യ പേരുണ്ടായത് 2 രാജാക്കന്മാർ 16:6 കാരണം യഹൂദ രാജ്യത്തിൻ്റെ തെക്ക് ദേശത്ത് വസിക്കുന്നവരെ കുറിച്ച് പറയാനാണ് ആദ്യ പേര് ഉപയോഗിച്ചത്. യഹൂദ ദേശത്തിൻ്റെ തെക്ക് താമസിക്കുന്നവരെ യഹൂദന്മാർ എന്ന് പറഞ്ഞു തുടങ്ങി. ഈ പേര് പിന്നീട് പൊതുവെ ഇസ്രായേൽ ജനത്തിന് മൊത്തത്തിൽ ആ പേര് ലഭിച്ചു. പുതിയ നിയമത്തിൽ ഈ പേര് സർവ്വസാധാരണമാണ്. റോമലേഖത്തിൽ തന്നെ നമ്മൾ 1 അധ്യായത്തിൻ്റെ 16 കണ്ടു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയിൽ ആദ്യം യഹൂദനും പിന്നെ യവനനും. 2:9, 10, 17, 28, 29. രണ്ടാമത്തേതിൽ പലതവണ 3:11, 9, 3:29, 3:1. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? 3:1, 3:9 കാണാം. ആകയാൽ നമുക്ക് വിശേഷതയുണ്ട്, ശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ. 10:12, 9:24 പല ഭാഗങ്ങളിൽ കാണാം യഹൂദൻ എന്ന പേര്. ഈ പേര് അവർക്ക് വളരെ അഭിമാനം കൊടുത്തു. പേരുണ്ട്, എന്ത് അഭിമാനം! പേരിൻ്റെ അർത്ഥമനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗം, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച സഭയിലെ അംഗമാണ് ഞാൻ. ആ സ്ഥാനപ്പേര് കൊണ്ട് എന്ത് പ്രയോജനം? പേര് തെറ്റണമെന്നല്ല, പേരിന് പ്രാധാന്യമില്ലെന്നല്ല, പക്ഷെ അത് മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? പഴയ കാലത്ത് യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്ന് പറയുന്നവരോട് പ്രവാചകൻ ചോദിക്കും, ഇതുകൊണ്ട് എന്ത് ഗുണം നിങ്ങൾക്ക്? നിങ്ങൾ വിഗ്രഹാരാധികളാണ്, ദേവാലയത്തിനകത്ത് നിന്നുകൊണ്ട് വിഗ്രഹാരാധിക്കുന്നവരാണ്. ഈ പേരുകൊണ്ട് എന്ത് ഗുണം? അപ്പോൾ ഒന്നാമത് പൗലോസ് ചോദിച്ചു, നീ യഹൂദൻ എന്ന പേര് കൊണ്ട്. രണ്ടാമത് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു. നിനക്ക് പരിശുദ്ധമായൊരു സ്ഥാനം, വിശേഷ പദം മാത്രമല്ല, പേര് മാത്രമല്ല, നിൻ്റെ കയ്യിൽ പരിശുദ്ധമായൊരു ഗ്രന്ഥമുണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം നിനക്ക് നൽകപ്പെട്ടു. ന്യായപ്രമാണം നിനക്ക് നൽകപ്പെട്ടത് ലോകത്ത് ഒരു മനുഷ്യർക്കും കിട്ടാത്ത കാര്യമാണ്. രണ്ടാമത്തെ പദവി കാണിച്ചു കൊടുക്കുകയാണ്. യഹൂദന്മാർക്ക് ദൈവം കൊടുത്തു തൻ്റെ പ്രമാണം. നീ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നു. ന്യായപ്രമാണത്തിന് യവന വാക്ക് നോമോസ് എന്ന വാക്കാണ്. ഈ വാക്ക് പല പശ്ചാത്തലത്തിലും പല അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ന്യായപ്രമാണം ഇവിടെ മോശയുടെ ന്യായപ്രമാണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഹൂദന്മാർ വളരെ അഭിമാനം കൊണ്ടും ലോകത്തിലെ മറ്റൊരു ജാതിക്കും മറ്റൊരു ജനതയ്ക്കും ദൈവം തന്നെ വെളിപ്പെടുത്താതെ തൻ്റെ പ്രമാണം ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകി. ദൈവത്തിൻ്റെ പ്രത്യേക രേഖ, എഴുതപ്പെട്ട നിയമം ഇസ്രായേൽ ജനത്തിന് നൽകി. നമുക്കത് കിട്ടി. എന്തൊരു അഭിമാനത്തിൻ്റെ വിഷയമാണ്. പക്ഷെ അതിനകത്ത് പറയുന്നതും ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പുസ്തകം വാങ്ങിച്ചിട്ട് എന്താ കാര്യം? ഷെൽഫിൽ അടുക്കി വയ്ക്കാമെന്നല്ലാതെ വായിച്ച് നോക്കിയിട്ടുണ്ടോ? അതിലുള്ള ആശയങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഇവർക്ക് ന്യായപ്രമാണം അവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് മാത്രമല്ല, താഴോട്ട് ഈ വാക്യങ്ങളിൽ മലയാളത്തിൽ പ്രത്യേകിച്ച് എടുത്തു കാണാൻ കുറച്ച് വാക്യം കൂടുതൽ വായിക്കേണ്ടി വരും. ഇത് ഞാനത് പറയുകയാണ്. ഈ പുസ്തകം അവിടേക്ക് കിട്ടിയെന്ന് മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിലുള്ള കൽപ്പനകളെക്കുറിച്ച് ഇവർക്കറിയാം. നമ്മളെ ചോദ്യം ചെയ്യും അത്. നമുക്ക് പുസ്തകമുണ്ട്, പക്ഷേ ആ പുസ്തകം വായിക്കാറില്ല. ഇവരെ സംബന്ധിച്ച് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും എന്നിട്ട് ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ. ദൈവത്തിൽ ആശ്രയിച്ചുള്ള വാക്കവിടെയുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ദൈവത്തിൽ പ്രശംസിച്ചു. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ. വെറുതെ പുസ്തകം ഇങ്ങനെ വീട്ടിൽ വെച്ചിരിക്കുകയല്ല, ചുരുളിങ്ങനെ വെച്ചിരിക്കുകയല്ല.
അത് പഠിക്കിയാൽ എന്ത് സംഭവിച്ചു? അവൻ്റെ ഇഷ്ടമറിഞ്ഞു. ദൈവത്തിൻ്റെ ഇഷ്ടമറിയുന്നവർ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അതാണ് ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ പുസ്തകം. അത് വേറെ ഒരു ലൈബ്രറിയിൽ വേറൊരു പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞവരാണ്. മാത്രമല്ല അവിടെ പറയും ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ ഭേദാഭേദങ്ങൾ വിവേചിച്ച് ശരിയും തെറ്റും എന്താണ്, ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസാദകരമായി ചെയ്യേണ്ട കാര്യം എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ്. മലയാളത്തിൽ 18-ാം വാക്യത്തിൽ കാണാം, ഭേദാഭേദങ്ങൾ വിവേചിച്ചറിയാനുള്ള കഴിവ്. വെറും സാധാരണക്കാരല്ല യഹൂദന്മാർ. അവർക്ക് പ്രമാണം കിട്ടി, അത് തിരിഞ്ഞു നോക്കാതെ പോയില്ല. അവരത് വായിച്ച് പഠിക്കുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുകയാണ്, ഭേദാഭേദങ്ങളെ വിവേചിക്കുകയാണ്. അന്ന് വായിച്ചു നോക്കാൻ പുസ്തകമില്ല. ഒരു പുസ്തകം ഉണ്ടാകണമെങ്കിൽ വർഷങ്ങൾ ഇരുന്ന് കൈയെഴുത്തിൽ അത് പകർത്തി എഴുതി തയ്യാറാക്കണം ശാസ്ത്രിമാരിലൂടെ. അതുകൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇതറിഞ്ഞത്? പ്രസംഗം കേൾക്കുകയാണ്. ഈ പുസ്തകത്തിൽ ചുരുളുകളുള്ള സിനഗോഗിൽ പോകുമ്പോൾ ഇവർ ജനത്തിന് വേണ്ടി ഒരാൾ വായിച്ചു കൊടുക്കുകയാണ്. വീട്ടിൽ കൊണ്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റണമെന്നില്ല. ആ അവസ്ഥയിലും ഇവരത് അറിഞ്ഞു. എല്ലാവരെക്കുറിച്ചല്ല, യഹൂദന്മാരുടെ പൊതുവായുള്ള പദവികളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ പഠിച്ചതിൻ്റെ ഗുണം എന്താണ്? ശരിയും തെറ്റും, എപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞു. ഒരു പഠിക്കുക മാത്രമല്ല, ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ തക്കവണ്ണം പഠിച്ചു. അതുകൊണ്ടാണ് ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നു എന്ന് പറഞ്ഞത്. പഠിച്ച് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് നോട്ട്ബുക്ക് അടക്കി വെക്കുകയല്ല, ആ പഠിച്ചതനുസരിച്ച് തീരുമാനമെടുക്കുമ്പോൾ പഠിച്ച അറിവ് പ്രയോജനപ്പെടുത്തി. അപ്പം അത് വളരെ പ്രധാനമാണ്. ഭേദാഭേദങ്ങളെ വിവേചിച്ച് എന്നോടെ പറയുന്നു. ഇതിൽ താഴോട്ടെന്താ പറയുന്നത്? ജ്ഞാനത്തിൻ്റെ സത്യത്തിൻ്റെ സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട്. ജ്ഞാനത്തിൻ്റെ സത്യത്തിൻ്റെ സ്വരൂപം, മൂർത്തീകരണം, സാക്ഷാത്കാരം, ജ്ഞാനമെന്ത്, സത്യമെന്ത് എന്നതിൻ്റെ വലിയ വെളിച്ചം നിനക്ക് പ്രമാണത്തിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ലതെന്താണ്, ശ്രേഷ്ഠമേതാണ്, ഉത്തമമേതാണ് തീരുമാനമെടുക്കാൻ ഈ അറിവ് അവരെ സഹായിക്കുന്നു. ഇതെല്ലാം അവർക്ക് ലഭിച്ചു. ഇപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിലൂടെ കിട്ടിയ ദൈവിക സത്യം, ദൈവത്തിൻ്റെ ജ്ഞാനം, പഴയമകാലത്ത് ഭൂമിയിൽ മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം, ദൈവത്തിൻ്റെ പ്രമാണം യഹൂദ ജനത്തിന് കൈ കൊടുത്തു. ദൈവം അത് പരമേൽപ്പിച്ചു. പൗലോസ്, നിൻ്റെ പേരെന്താണ്, നീ ആരാണ്, നിനക്കിതെല്ലാം അറിയാം, ഈ അവസ്ഥയാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം നിനക്ക് കിട്ടിയവരാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവർ അതിൽ ആശ്രയിക്കും, ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ വചനത്തിൽ ആശ്രയിക്കുന്നു. വേറെ ആരെങ്കിലും വിളിച്ചു ചോദിക്കുന്നില്ല, ദൈവവചനത്തിൽ ആശ്രയിക്കുന്നു. വചനപ്രകാരം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് അറിയാവുന്നവരോട് ചോദിക്കും. ഇങ്ങനെ ജീവിച്ചൊരു സമൂഹമാണ്, ജീവിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സമൂഹമാണ്. ഇതൊക്കെയാണ് നിൻ്റെ പദവികൾ, അനുഗ്രഹങ്ങൾ. മാത്രമല്ല 23-ാം വാക്യം, നീ ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്നവനാണ്. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്നു, അതിൽ ചാരി ജീവിക്കുന്നു, അതിൽ ആശ്രയിക്കുന്നു, അത് പഠിക്കുന്നു. നമ്മുടെ ദൈവം എന്തായി പറയുന്നത്? നമ്മളൊരു പ്രതിക്കൂട്ടി വന്ന് നിൽക്കില്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ? നമ്മുടെ കയ്യിലും ബൈബിൾ തന്നു. ഈ യഹൂദന്മാർ അവർ കിട്ടിയത് വെച്ച് അവരെന്തൊക്കെ ചെയ്തു? വഴിതെറ്റിപ്പോയെങ്കിലും അവരിതൊക്കെ ചെയ്തവരാണ്. 3-ാം അധ്യായം 2-ാം വാക്യം പറയുന്ന പോലെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ കയ്യിൽ സമർപ്പിച്ച പ്രമാണത്തോട് വിശ്വസ്തരായിരുന്നു. ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച പ്രമാണം ഒരു നിധി ഏൽപ്പിച്ചതുപോലെ ആ പ്രമാണത്തോട് നാം വിശ്വസ്തത കാണിച്ചുവോ? നമ്മോട് ചോദ്യം ഉണ്ടാകില്ലേ? അപ്പോൾ നമ്മൾ ഒന്നാമത് കണ്ടു അവരുടെ വിശേഷതയുള്ള പേര്, പദവി, യഹൂദൻ. രണ്ടാമത് വിശേഷതയുള്ളൊരു ഗ്രന്ഥം അവർക്ക് കിട്ടി, ദൈവത്തിൻ്റെ ന്യായപ്രമാണം. അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നുള്ളതിനേക്കാളും വലിയ അടയാളം എന്താണ്? അതുകൊണ്ടാണ് കർത്താവിൻ്റെ സഭയിലാണ് ജ്ഞാനം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ സഭ ആണ് എന്ന് തിരിച്ചറിയാൻ ഏറ്റവും വലിയ മാർഗം എന്താണ്? അവിടെയുള്ള പഠനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കർത്താവിൻ്റെ സഭയിൽ നൽകപ്പെടുന്ന പഠനങ്ങൾ, ഉപദേശങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് മറ്റൊരിടത്തും ഉണ്ടാകില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ അടയാളം. ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ഇത് കർത്താവിൻ്റെ സഭയാണ്, ഇതിൻ്റെ ജ്ഞാനം പുറപ്പെടുന്ന ഏക സ്ഥലം.
അത് കർത്താവിൻ്റെ സഭയിൽ മാത്രമേ തലയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. യഹൂദന്മാർക്ക് മാത്രമാണ് ഈ പ്രമാണം പരമേൽപ്പിക്കപ്പെട്ടത്. അവർ ലോകത്തിന് വെളിച്ചമാകണം, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കണം. പക്ഷെ ഇവരെ അത് ഏൽപ്പിച്ചു. മൂന്നാമത് ഇവർക്കൊരു പരിശുദ്ധ ദൈവമുണ്ട്. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ വാക്ക്. നീയോ യഹൂദെന്ന് പേർ കൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും 18-ാം വാക്യം ദൈവത്തിൽ പ്രശംസിച്ചു. ദൈവം തന്നെ തന്നത് നിങ്ങൾക്കാണ്. ദൈവം സർവ്വലോകത്തിൻ്റെ ദൈവമാണ്. എല്ലാവർക്കും സൂര്യനും ചന്ദ്രനും വെളിച്ചവും മഴയും വെയിലും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ തൻ്റെ ജനമായി ഒരു ജനത്തെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി, വേർതിരിക്കപ്പെട്ടൊരു ജനമായി ഇസ്രായേൽ ജനത ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ പ്ലാൻ അതായിരുന്നു. നിങ്ങൾക്ക് ദൈവത്തെ വെളിപ്പെട്ട് കിട്ടിയതാണ്. മറ്റു ഭൂമിയിൽ ഒരു ജാതികൾക്കും ഒരു രാജ്യങ്ങൾക്കും ഇത് കിട്ടിയില്ല. ദൈവത്തിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ മഹത്വപ്പെടുക, ദൈവത്തിൽ സന്തോഷിക്കുക. 5:11 റോമനത്തിൽ പറയും, നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യും. നാം ദൈവത്തെ പ്രശംസിക്കുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥ ആരാധന. ദൈവത്തിൽ പ്രശംസിക്കാൻ, നമ്മിലല്ല ദൈവത്തിൽ. യിരെമ്യാവ് 9:23-24 യിരെമ്യാവ് പറഞ്ഞു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ, ബലവാൻ തൻ്റെ ബലത്തിൽ, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. നാം എന്തിൽ പ്രശംസിക്കണം? ദൈവത്തിൽ. ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിൽ, ഭൂമി നീതി ന്യായവും ദൈവം നടത്തുന്നു എന്ന ബോധ്യത്തിൽ നാം സന്തോഷിക്കണം. ഇവിടെ റോമലേഖനം 2:17 ദൈവത്തിൽ പ്രശംസിച്ചു എന്ന് പറയുന്നത് ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്നു എന്നല്ല. ഇവർക്ക് സംഭവിച്ചെന്താണ്? ദൈവം നമ്മുടെ സ്വന്തം. ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി. ദൈവം നമുക്ക് പ്രമാണം തന്നു. നമുക്ക് മാത്രമേ തന്നുള്ളൂ. ഇതിൽ അവർ അവരിൽ തന്നെ കേന്ദ്രീകരിച്ചു. അവരെ തന്നെ ഉയർത്തി, മറ്റുള്ളവരെ അവഹേളിച്ചു. നമുക്ക് ദൈവത്തെ അറിയാം, ദൈവത്തിൻ്റെ പ്രമാണം അറിയാം, അവൻ്റെ ഇഷ്ടമറിയാം, അവൻ്റെ വഴികളറിയാം. ദൈവം നമ്മുടെ ദൈവമാണ്, നമ്മൾ യഹൂദന്മാരാണ്. ഇതവർ തെറ്റായ തരത്തിൽ കൈകാര്യം ചെയ്തു. ദൈവത്തിൽ പ്രശംസിച്ച് ദൈവത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഈ സൗഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങളും അവസ്ഥകളും പദവികളുമെല്ലാം അവരെ തന്നെ ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചു. സെൽഫ് സെൻറ്റേഡ്, അവരിൽ കേന്ദ്രീകൃതമായിരുന്നു. ഇതൊക്കെ ദൈവത്തിൽ കേന്ദ്രീകൃതമായി അവർക്ക് എളിമപ്പെടേണ്ടതായിരുന്നു. അതവരുടെ ജോലി ദൗത്യം തിരിച്ചറിയുള്ള ബോധം കൊടുക്കുമായിരുന്നു. അത് ചെയ്തില്ല. അവർ ദൈവത്തെ കേന്ദ്രീകരിച്ചു. അവർക്കറിയാൻ ദൈവം അവസരം കൊടുത്ത ദൈവത്തിൽ പൂർണ്ണമായി പ്രശംസിക്കുന്നതിന് പകരം നമുക്ക് ദൈവത്തെ കിട്ടി, ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം, ഞാൻ സത്താവിൻ്റെ സത്യസഭയിലാണ്, അത് അഹങ്കാരികളും നിഗളികളുമാക്കി മാറ്റി. ഇപ്പോൾ ദൈവത്തോളം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ പ്രശംസിക്കുന്നു, പക്ഷെ അത് എളിമയിലേക്കാണ് കൊണ്ടുവരേണ്ടിയിരുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ബാക്കി അടുത്ത പ്രാവശ്യം തുടരാം. നാലാമതായിട്ട് ഇവർക്ക് വിശുദ്ധമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ടായി. വിശുദ്ധമായ ഉത്തരവാദിത്തങ്ങൾ എന്തായിരുന്നു നിങ്ങൾക്കുള്ള വിശുദ്ധമായ ഉത്തരവാദിത്തം? കാരണം അതിനുവേണ്ടിയുള്ള അടിസ്ഥാനം അവർക്കുണ്ട്. ന്യായപ്രമാണത്തിൽ നിന്ന് ജ്ഞാനവും സത്യവും ലഭിച്ചതുകൊണ്ട്, ദൈവത്തെ അറിയാവുന്ന ജനമായതുകൊണ്ട് ഇവർക്കാണ് മറ്റുള്ളവരെ വഴി നടത്താൻ കഴിയുന്നത്. കർത്താവിൻ്റെ സഭയ്ക്ക് മാത്രമാണ് ഭൂമിയിൽ എന്തെങ്കിലും അനുഗ്രഹം സഹായം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമൻ സമൂഹത്തിന്, റോമിലെ സഭയ്ക്ക് എഴുതിയത്. ചക്രവർത്തിമാരുടെക്കോ മജിസ്ട്രേറ്റിനോ അല്ല എഴുതിയത്, തത്വജ്ഞന്മാരുടെ ലോകത്തിനല്ല എഴുതിയത്. പൗലോസ് കത്ത് എഴുതുന്നത് റോമിലുള്ള കർത്താവിൻ്റെ സഭയ്ക്കാണ്. ആ ദേശത്ത് എന്തെങ്കിലും നന്മയുണ്ടാകണേ അവിടെയുള്ള സഭ അത് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിക്കണം, പ്രാർത്ഥിക്കണം, സുവിശേഷ വേലയിൽ വ്യാപരിക്കണം. കർത്താവിൻ്റെ സഭയുടെ ദൗത്യമാണ്. യഹൂദൻ്റെ ദൗത്യമായിരുന്നു അത്. എന്തായിരുന്നു അവൻ്റെ ദൗത്യം? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാക്ഷാത്കാരം, അതിൻ്റെ മൂർത്തീകരണം. ജ്ഞാനവും സത്യവും ദൈവത്തിൻ്റെ വചനത്തിലാണ്, മറ്റ് മാനുഷിക ഗ്രന്ഥങ്ങളിലല്ല. ടോൾസ്റ്റോയുടെയോ അല്ലെങ്കിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയോ മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ പുസ്തകങ്ങളിലല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ ജ്ഞാനവും സത്യവും, അതിൻ്റെ സ്വരൂപം, സാക്ഷാത്കാരം ബൈബിളിലാണ്. അത് ലഭിച്ചവരാണ്. ലഭിച്ചവരുടെ ജോലി എന്താണ്? കുരുടർക്ക് വഴി കാട്ടുക, ഇരുട്ടുള്ളവർക്ക് വെളിച്ചം കൊടുക്കുക, മൂഢർ അതായത് പരിജ്ഞാനമില്ലാതെ അപക്വതയിൽ ജീവിക്കുന്നവരെ പഠിപ്പിക്കുക, ശിശുക്കൾക്ക് ഉപദേഷ്ടാവായിരിക്കുക. ഇതായിരിക്കും നിൻ്റെ പദവി. ഇതൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ കാര്യത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. ഇവർക്കിതെല്ലാം ഉണ്ട്. അവർ പക്ഷെ എന്താ ചെയ്തത്? ശിശുക്കൾക്ക് ഉപദേഷ്ടാവെന്ന് ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവർ വിചാരിച്ചു ഞങ്ങൾ യോഗ്യരാണ്. ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവർ പൂർണ്ണമായും വിശ്വസിച്ചു,
സത്യവും തെറ്റും വ്യാജവും ശരിയും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് അറിവുണ്ട്. സത്യത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പരിജ്ഞാനമുണ്ട്. നമുക്ക് ദൈവത്തെ അറിയാം. ഇതിന് സ്വന്തം ജനമാണ്, ഇതിൻ്റെ പ്രമാണമേൽപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്കിതിനൊക്കെ കഴിയും. പക്ഷേ ഇവർക്കുള്ള ഈ അനുഗ്രഹങ്ങൾ വേണ്ട വിധത്തിലല്ല അവർ കണ്ടത്, വേണ്ട വിധത്തിൽ അത് കണ്ടില്ല. അതുകൊണ്ട് പൗലോസ് ചോദിക്കും, നിങ്ങൾ ഇതിനൊക്കെ ഇത്രയൊക്കെ ഉറപ്പുണ്ടെങ്കിൽ, അതായത് എന്തിൻ്റെ ഉറപ്പ്? നിങ്ങൾ മറ്റുള്ളവരെ വഴി നടത്താൻ, കുരുടർക്ക് വഴി കാട്ടാൻ, ഇരുട്ടുള്ളവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ, മൂഢരായിരിക്കുന്നവർ അവരെ പഠിപ്പിക്കാൻ, ശിശുക്കളായിരിക്കുന്ന ആത്മീയ അപക്വതയിൽ കിടക്കുന്നവർക്ക് ഉപദേശം കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടെന്ന് നീ ഉറച്ചിരിക്കുന്നുവെങ്കിൽ. കാരണം അവിടെ ശിശുക്കളെന്ന് പറയുമ്പോൾ അപക്വതയുള്ള 1 കൊരിന്ത്യർ 3:1 സമയം നോക്കിയാൽ നിങ്ങൾ വളരേണ്ടവരാണ്, പക്ഷേ നിങ്ങളിപ്പോഴും ശിശുക്കളാണ്. എബ്രായ ലേഖനം 5:13 കട്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളിപ്പോഴും ശിശുക്കളാണ്. സ്നാനമേറ്റ് സഭയിലായിട്ട് 25, 40, 50, 30, 20 വർഷമായി ഇപ്പോഴും കാര്യങ്ങൾക്കൊരു ബോധ്യമില്ല, ശിശുക്കളാണ് എന്ന് പറഞ്ഞ പോലെ അവരെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സത്യവും ജ്ഞാനവും അറിയുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായി കാണുന്നത് ഇവരുടെ കാഴ്ചപ്പാടിൽ പുറജാതികളൊക്കെ ആരാണ്? അപ്പോൾ ഇവർ വെളിച്ചമെന്ന് പറയുമ്പോൾ, നീ കുരുടർക്ക് വഴികാട്ടുമെന്ന് പറയുമ്പോൾ പുറജാതികൾ കുരുടന്മാരാണ്. ശരി, അവർ കുരുടന്മാരാകാം, സത്യത്തിൻ്റെ പരിജ്ഞാനം അവർക്കില്ല. പക്ഷെ നിനക്ക് ദൈവം അത് കൊടുത്തു. പക്ഷെ നിനക്കിപ്പോഴും നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിനക്കിപ്പോഴും കാഴ്ചയുണ്ടോ? പുറജാതികൾ അവർ വിളിച്ച് കുരുടന്മാരാണ്, ഇരുട്ടിലാണ്, മൂഢരാണ്, ശിശുക്കളാണ്. അവരെ സഹായിക്കാൻ നിനക്കൊരു ജോലിയുണ്ട്. മനുഷ്യർ സമൂഹം ഇങ്ങനെയാണ് ചുറ്റും. അവർ ഈ അന്ധതയിലാണ്, ആത്മീയമായി ഒന്നും കാണാൻ കഴിയില്ല അവർക്ക്, ഇരുട്ടത്താണ്, അവർ മൂഢത്തരത്തിലാണ്, വളർച്ചയില്ലാത്ത അപക്വതയിലാണ്. അതിൻ്റെ നടുവിലാണ് ദൈവം നിന്നെ വെച്ചത്. നീ ദൈവ പൈതലാണ്. സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സാക്ഷാത്കാരം, പൂർണ്ണത നിൻ്റെ കയ്യിലുണ്ട്. കാരണം വചനമുണ്ട് നിനക്ക്. ഞാൻ നിന്നെ വചനത്തിലേക്ക് കൊണ്ടുവന്നു, ദൈവത്തെ അറിയിച്ചു തന്നു, ഇതിലെ പ്രമാണം നിനക്ക് തന്നു. ഇപ്പം നിൻ്റെ ജോലി എന്താണ്? ഇതൊന്നും അറിയാൻ കഴിയാതെ ഇരുട്ടിക്കിടക്കുന്ന, കണ്ണ് കാണാൻ പാടില്ലാത്ത അപക്വതയിൽ കിടക്കുന്ന അവർക്ക് നീ വഴി കാട്ടണം. പക്ഷെ വാസ്തവത്തിൽ നീ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിച്ച് നിൽക്കുന്നല്ലാതെ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ ആദ്യം എന്താ ഉപദേശിക്കാത്തത്? മോഷ്ടിക്കെന്ന് പറയുന്ന ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശക്തമായി പൗലോസ് അവരുടെ നേരെ ശക്തമായി ആരോപണം ഉന്നയിക്കും. അപ്പോൾ ഒരു വശത്ത് ധാർമ്മികമായി സദാചാരപരമായി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല, ഞാൻ വേറിട്ട് നിൽക്കുന്നവനാണ്, മറ്റുള്ളവരെ പോലും ഞാൻ അധംപത ജീവിതത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ആ നിലവാരത്തെ ഉയർത്തിക്കാട്ടുന്ന ഒരു കൂട്ടർ. മറുവശത്ത് ആത്മീയമായി അധ്വാനിക്കുകയും അവരുടെ പദവികളും സ്ഥാനമാനങ്ങളും എല്ലാം ഊറ്റം കൊള്ളുന്ന മറ്റൊരു കൂട്ടർ. ഈ 2 കൂട്ടരും ദൈവത്തിൽ കുറ്റക്കാരാണ്. കൂടുതലായിട്ട് നമുക്ക് അടുത്ത പാഠങ്ങളിൽ പഠിക്കുക. ഈ വിഷയം 2ാമത്തെ വളരെ പ്രധാനമാണ്. നമ്മുടെ മുഖം ഒരുപക്ഷെ നമ്മളെ കാണാൻ സഹായിക്കുന്ന അധ്യായമാണ്. ഈ വിഷയം തുടരും. ഇതിൻ്റെ പരിഹാരവും ദൈവം തരും. ഇവിടെ കൊണ്ട് തീരില്ല. ഇതിൻ്റെ പരിഹാരം എന്താണ്? ഈ അവസ്ഥകളിൽ നിന്ന് എങ്ങനെ കരകയറാം? അതും ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമാണ്. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പാഠത്തിൽ.